നിങ്ങൾ ബിടെക് ഡിപ്ലോമ കഴിഞ്ഞ് ഒരു ജോലി അന്വേഷിച്ച് നടക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഒരുപാട് ജോലികൾ കാണുന്നുണ്ട്. പക്ഷെ ഏത് ചൂസ് ചെയ്യണമെന്ന് അറിയില്ല. ഈ ഒരു കൺഫ്യൂഷൻ ഒരുവിധം എല്ലാ ആൾക്കാർക്കും ഉണ്ട്. അതും കോർ ഫീൽഡിലേക്ക് ജോലി ചൂസ് ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത്. നിങ്ങളൊരു സിവിൽ എഞ്ചിനീയർ ആയിക്കോട്ടെ, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിക്കോട്ടെ, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് കരിയർ ഏതാണ്? ആ കരിയർ ചൂസ് ചെയ്യുമ്പം അത് നെക്സ്റ്റ് ഒരു 5 ഇയേഴ്സും നിങ്ങളെ കരിയർ ഏത് ലെവലിൽ എത്തിക്കും, എത്രത്തോളം ഗ്രോത്ത് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുൻകൂട്ടി അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പാനൽ ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് ഈ ഫീൽഡിൽ നമുക്കറിയാം, കൺസ്ട്രക്ഷൻ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എത്ര AI കാര്യങ്ങളും ടെക്നോളജിയും വന്നു കഴിഞ്ഞാലും ഹാൻഡ്സ് ഓൺ വർക്കുകൾ അറിയാവുന്ന ആളുകൾ, അതായത് എന്താ പറയുക, ചെയ്യാൻ അറിയുന്ന ആളുകൾക്ക് ജോലികൾ നഷ്ടപ്പെടാൻ ഏറ്റവും കുറഞ്ഞ ചാൻസ് ഉള്ള ഒരു ഫീൽഡാണ് കൺസ്ട്രക്ഷൻ ഫീൽഡ്. അതുകൊണ്ട് തന്നെ ഗ്രോയിങ് ഫ്യൂച്ചറിൽ എന്തായാലും ഇൻ ഡിമാൻഡ് കൂടി വരാൻ പോകുന്ന ഒരു ബൂം വരാൻ പോകുന്ന ഒരു ഫീൽഡും കൂടിയാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. അപ്പോൾ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം സിവിൽ എഞ്ചിനീയർ നോക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റി സർവിംഗ് ഉണ്ട്, BIM ഉണ്ട്, സ്ട്രക്ചറൽ ഡിസൈനിങ് ഉണ്ട്, മെക്കാനിക്കൽ ഒക്കെ MEP, HVAC, MEP ടെക്നീഷ്യൻസ്, MEP ഡിസൈനേഴ്സ്, MEP എഞ്ചിനീയേഴ്സ്, അങ്ങനെ പറഞ്ഞ കുറെ ഫീൽഡുകൾ അവിടെ വരുന്നുണ്ട്. ഈവൻ അത് ഒരു വാസ്റ്റ് ഏരിയ തന്നെയാണ്. പക്ഷെ അത് ഏത് ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതാത് ഫീൽഡിലെ എക്സ്പേർട്സുകൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഗൈഡൻസ് തരാൻ വേണ്ടി ഈ വരുന്ന 17-ാം തീയതി നമ്മളൊരു പാനൽ ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ QSന്റെ 3 എക്സ്പേർട്സുകളുണ്ട്. അതിൽ ജുബൈർ സാർ ഉണ്ട്, മിനിമാം ഉണ്ട്, ഷെഫി സാർ. ഓൾമോസ്റ്റ് 20 ഇയേഴ്സ് അധികം എക്സ്പീരിയൻസ് സൗദി അറേബ്യയിലും UAE, ഇന്ത്യയൊക്കെ ആയിട്ടുണ്ടാകുന്ന സാറാണ് ഷെഫി സാർ. ഇപ്പോഴും ഒരു റെഡ് സീ പ്രോജക്റ്റിന്റെ ടീം ലീഡായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളും കൂടിയാണ്. ഒരു 2 ജനറേഷൻ ഓഫ് എക്സ്പീരിയൻസ് ആണ് സാർക്കുള്ളത്. അപ്പം അവരുടെ നിന്നൊക്കെ നേരിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ MEP നോക്കുകയാണെങ്കിൽ ഷെയ്മോൻ സാറ്, BIM നോക്കുകയാണെങ്കിൽ ലിബിൻ സാറ്, സ്ട്രക്ചറൽ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നവീൻ സാറും അബ്ദുൾ സാറുണ്ട്. അപ്പം നിങ്ങൾക്ക് പ്രോപ്പർലി വേണ്ട ഗൈഡൻസ് ഒരു 10 മുതൽ 20 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് അടുത്ത് പ്രോപ്പറായി നിങ്ങൾക്ക് കിട്ടാൻ പോവാണ്. അത് നിങ്ങളുടെ കരിയറിൽ എത്രത്തോളം മാറ്റം ഉണ്ടാകുന്ന കാര്യം എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഒരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാതെ നിങ്ങൾ സൈറ്റ് എഞ്ചിനീയർ ആയിട്ടോ അല്ലെങ്കിൽ ഏറ്റവും സൂപ്പർവൈസർ ആയിട്ടോ ജോലി കയറി കഴിഞ്ഞാൽ അടുത്ത 5 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയറിൽ വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടാകാൻ പോകില്ല. നേരെ മറിച്ച് നിങ്ങൾ ഏത് കരിയർ ചൂസ് ചെയ്യണം, നിങ്ങൾ ഈ ഒരു സെഷന് ശേഷം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾ ഏത് പ്രോപ്പർ കരിയർ ചൂസ് ചെയ്യണം എന്നുള്ള കാര്യം. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആകാൻ പോകുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര കാര്യം, ഈ ഒരു വീഡിയോയുടെ താഴെ നമ്മളൊരു ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ട്. ആ ഗൂഗിൾ ഫോമിന്റെ അകത്ത് നമുക്ക് 17-ാം തീയതിയാണ് സെഷൻ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും, നിങ്ങളുടെ പേരും അതുപോലെ ഒരു വാട്സപ്പ് നമ്പറും എന്തായാലും കൊടുക്കുക. കണക്ട് ചെയ്യാൻ പറ്റുന്ന നമ്പർ, കാരണം നമ്മുടെ സൈഡിൽ നിന്ന് അത് കൺഫർമേഷൻ എടുക്കണം. ഒരു മിനിമം നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ മാത്രമാണ് നമ്മൾ ഇതിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. ഒരു 7 ഫാക്കൽറ്റീസിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടാവും. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഡൗട്ടുകളും കാര്യങ്ങളും ക്ലിയർ ചെയ്യണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കുക. നമ്മുടെ അക്കാദമിക് കൗൺസിലേഴ്സ് വിളിച്ചിട്ട് നിങ്ങളുടെ കൺഫർമേഷൻ എടുക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാവിയെ പറ്റിയോ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനെ പറ്റിയോ ഇനി ഏതെങ്കിലും ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റിനെ പറ്റി നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ അതിനകത്ത് കൊടുക്കാം. അതിനൊരു ഓപ്ഷൻ കൂടി നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. താഴെ ഡിസ്കഷനിൽ ആ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. ഞാൻ ആദ്യം പറഞ്ഞു, ലിമിറ്റഡ് നമ്പർ ഓഫ് അറ്റൻഡൻസ് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കൺഫർമേഷൻ കാര്യങ്ങൾ എടുക്കുന്നത്. നിങ്ങളുടെ സീറ്റ് എത്രയും പെട്ടെന്ന് ഉറപ്പാക്കുക.